യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിൽ നമ്മളെക്കാൾ നല്ല ചടുലതയോട് കൂടിയിട്ടാണ് എത്ര തരം സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒരുക്കിയെന്ന് അറിയോ അവിടെ ഒറ്റയ്ക്ക്. ലീലാമണി ചേച്ചിക്ക് ഒരേ ഒരു കുഴപ്പമുള്ള സംസാരം തുടങ്ങിയ പിന്നെ നിർത്തില്ല. തേങ്ങ അല്ലേ. പിന്നെ അമ്മമ്മയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് ഈ ചേമ്പ് വറുത്തത്. ഇതാണ് പത്തനംതിട്ടക്കാരുടെ വാട്ടുകപ്പ പുഴുക്ക് അല്ലേ. ആള് രംഗത്ത് വന്നിരിക്കുകയാണ് ഇളക്കാൻ വേണ്ടി. കേട്ടാ അമ്മമ്മ ഓടിപ്പോയേക്കായിരുന്നു പച്ചടി തൈര്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു കുന്ന് വലിയൊരു കയറ്റം കയറി വരാണ് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. ഇതുവരെ ഞങ്ങള് യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഞങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പത്തനംതിട്ട ജില്ലയിലേക്ക് വരുന്നത്. പത്തനംതിട്ട ജില്ലയിലത്തെ അയിരൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ് ഞങ്ങൾ വന്നത്. കഥകളി ഗ്രാമം എന്ന് ഇതിന് പറയുന്നു. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ലീലാമണി ചേച്ചി ഉണ്ട്, ലീലാമണി പ്രഭ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമൻ്റ് ഒക്കെ ഇടാറുള്ള ചേച്ചിയാണ്. അപ്പോൾ ആളുടെ ക്ഷണപ്രകാരം നമ്മൾ ആളുടെ വീട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. ആള് വിദ്യാഭ്യാസ വകുപ്പിൽ വലിയ ഉദ്യോഗസ്ഥയായിരുന്നു. 2015 റിട്ടയർ ചെയ്തു. ആ ചേച്ചി തിരുവനന്തപുരത്താണ്, ഇവിടെയാണ് നാട് വെച്ചിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഈ വീട്ടിൽ അമ്മയുണ്ട്. അപ്പോൾ ലീലാമണി ചേച്ചിക്കും പിന്നെ ലീലാമണി ചേച്ചിയുടെ അമ്മയുണ്ട് കമലമ്മ. ആ അമ്മമ്മയ്ക്കൊക്കെ പാചകങ്ങളൊക്കെ അടിപൊളിയായിട്ട് അറിയാട്ടാ. അപ്പോൾ നമുക്കതൊക്കെ പറഞ്ഞു തരാം, നമ്മളുടെ കുടിലൊക്കെ ഇരുന്നിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞേ. പക്ഷേ ചില കാര്യങ്ങൾ പണ്ടത്തെ കുറേ അറിവുകളും കാര്യങ്ങളൊക്കെ അവരെന്നെ ചെയ്യുമ്പോഴും നന്നാവുള്ളൂ. നമുക്ക് എത്ര പറഞ്ഞു തന്നിട്ട് നമ്മൾ ചെയ്താലോ അത് ശരിയാവില്ല. 84 വയസ്സായിട്ട് ആൾക്ക് അതന്നെ ആളിവിടെ ഓടി നടന്ന് അതന്നെ. ഈ വീട്ടില് താമസം അതെ, അവരിവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ വന്നിട്ട് കുറേ സമയമായി. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം വിഭവസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ആ അമ്മമ്മ. ബാ, ആള് നല്ല ആരോഗ്യവതിയാണ് കേട്ടാ. നമ്മളെക്കാൾ നല്ല ചടുലതയോട് കൂടിയിട്ടാണ് എത്ര തരം സാധനങ്ങളാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ഒരുക്കിയെന്ന് അറിയോ അവിടെ ഒറ്റയ്ക്ക്. തോര മാത്രമാണ് ഇത് അയ്യോ ലീലാമണി ചേച്ചിയുടെ പരിചയപ്പെടുത്തിയില്ല. ഇതാണ് കേട്ടാ. 2015 റിട്ടയർ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര പ്രായമുള്ള ആളെയും പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. ഞാനത് ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നല്ല പ്രായമുള്ള ചേച്ചിയാണ്. ഇവിടെ വന്നപ്പോഴല്ലേ ചെറുപ്പക്കാരിയാണ്. എന്താ ബാവുനെ കൂടെ കണ്ണും പിടിയും കാണിക്കുന്ന അവിടെ ലീലാമണി ചേച്ചിയുടെ അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ട്, വക്കീലാണ്. എന്നിട്ടാണ് എന്റെ 4ാമത്തെ അനിയത്തി. ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. ഞാനാണ് മൂത്തത്. ഇത് എല്ലാരും അച്ഛനില്ല. ഇപ്പം അച്ഛൻ 2014 മരിച്ചുപോയി. പിന്നെ ഈ അച്ഛനും അമ്മയും ഞങ്ങൾ 5നെ നന്നായി പഠിപ്പിച്ചു. എല്ലാവരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഞാൻ MCOM ആണ്. എൻ്റെ അനിയത്തി അത് കഴിഞ്ഞ് ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട്. 2ാമത്തെ അനിയത്തി, 3ാമത്തെ അനിയത്തി DMLT, പിന്നെ 4ാമത്തെ BSc LLB LLM റാങ്ക് ഹോൾഡറാണ്. പൂന യൂണിവേഴ്സിറ്റിയുടെ LLB റാങ്ക് ഹോൾഡർ, കേരള യൂണിവേഴ്സിറ്റിയുടെ LLMന്റെ റാങ്ക് ഹോൾഡർ. പിന്നെ റാന്നി കോളേജിലാണ് പഠിച്ചത് BSc, അതും ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ വലിയ പഠിപ്പിച്ച. പിന്നെ ഇളയൊരു അനിയത്തി, അതും എല്ലാവരും അത് ഡിഗ്രി കഴിഞ്ഞ് HDC കഴിഞ്ഞതാണ്. ലീലാമണി ചേച്ചിക്ക് ഒരേ ഒരു കുഴപ്പമുള്ള സംസാരം തുടങ്ങിയ പിന്നെ നിർത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ക്യാമറ വിഷയദാരിദ്ര്യം ഇല്ല എന്തിനെ പറ്റി. അപ്പൊ നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേര് പറഞ്ഞേ. കപ്പ പുഴുങ്ങുവായിരുന്നു. കപ്പ ഉണക്കക്കപ്പ അല്ലേ? എന്താ വാട്ടുകപ്പ. ഇവിടത്തെ കൂടെ വേവിക്കുക. അതാണ് ചെയ്യാൻ പോണത്. ഇതാരാ മമ്മിക്ക് പഠിപ്പിച്ചെന്നേ? അത് ഈ നാട്ടുകാരൊക്കെ ചെയ്യണത് അവിടെ ഒരു കോമൺ ഫുഡാണ്. കാരണം കൂടുതലും ജോലി ചെയ്ത പറമ്പിലൊക്കെ പണി ചെയ്യുന്ന ആൾക്കാർക്ക് 10:30 ആകുമ്പോ ഇവിടെ കൊടുക്കുന്ന ഭക്ഷണം പുഴുക്ക്. അതിൽ കൂടുതൽ കപ്പയുടെ ഓരോ സമയത്തെ ഓരോന്ന്. അപ്പം കപ്പ ഇല്ലാത്ത സീസണിൽ ഉണങ്ങി ഉണക്കി വെക്കും. വാട്ടുകപ്പ എന്നാണ് പറയുന്നത്. പല രീതി കപ്പ ഉണക്കി വെക്കും. പാട്ടാതെ ഉണക്കും, പക്ഷെ അത് അധികം നാൾ ഇരിക്കില്ല. അങ്ങനെ ഉണക്കി വെച്ച കപ്പ ഒരു രാത്രി മുഴുവൻ കുതിർത്തതാണിത്. പിന്നെ ഇന്ന് നമ്മൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചു. അത് കപ്പ ഇവിടെ വ്യാപകമായിട്ട് കൃഷി ചെയ്യുമായിരുന്നല്ലോ വൻതോതില്. അപ്പൊ കപ്പ ശേഖരിച്ചു വെക്കാൻ വേണ്ടി പിന്നെ പത്തായത്തിലായിരുന്നു ശേഖരിച്ചു വെക്കുന്നത്. കപ്പ എന്നിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തില് അന്നേരം നല്ല വെയിലുള്ള സമയത്ത് നാട്ടില് അതൊരു വലിയൊരു ആഘോഷമായിരുന്നു. ഇപ്പൊ ഒരു സിനിമയിലുണ്ട് മഹേഷിന്റെ പ്രതികാരം. അതില് ഇടുക്കി കപ്പവാട്ടലിന്റെ ഒരു സീൻ കാണുന്നുണ്ട്. അത് കണ്ടപ്പോ ഇവിടെ കോമൺ ആയിരുന്നു നമ്മുടെ ഈ നാട്ടിലല്ല. നമ്മുടെ ഈ പത്തനംതിട്ടയുടെ കിഴക്കൻ മലയോര മേഖല, പിന്നെ ഇടുക്കി ജില്ല, കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല, അവിടെ ഇത് സാധാരണയായിരുന്നു. ഈ കപ്പ
പിഴുതിട്ട് അതിന്റെ പുറത്തെ തൊലിയില്ലേ കറുത്തത് അത് മാത്രം കളയും. എന്നിട്ട് ബാക്കി ആ റെഡ് കളറിലുള്ള കട്ടിയുള്ള തിക്ക് തൊലി അത് നീളത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ അരിയും. അരിഞ്ഞിട്ട് വാട്ടുക എന്ന് പറഞ്ഞാല് നമ്മുടെ കപ്പയുടെ ആ ഒരു എന്താ പറയുന്നത് ഞരമ്പോ ത്രെഡ് അതുകൂടെ ചരട് പോലെ ഒരു സാധനം ഇത് ഇതിന്റെ ഭാഗം നല്ല തിളച്ച വെള്ളത്തിലാണ് ഇത് ഇടുന്നത്. അപ്പൊ കപ്പയുടെ ഈ ഭാഗത്തൊരു ചെറിയ വെന്തിട്ട് ഇങ്ങനെ ഒന്ന് വിടരും, ഒന്ന് ബ്രേക്ക് ആവും, ഒരു വിള്ളല് പോലെ വരും. ആ വാക്കുകൾ കിട്ടുന്നില്ല. ആ വിള്ളല് വരുമ്പോ അത് പാകമാണ്. ഒത്തിരി വെന്തു പോയാൽ അത് ഉണങ്ങി സൂക്ഷിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, കപ്പ പെട്ടെന്ന് ചീത്തയാവും. അതുകൊണ്ട് ആ സമയമാകുമ്പോ ഇത് കോരിയെടുത്തിട്ട് പാറയൊക്കെയുള്ള സ്ഥലത്താണെങ്കിൽ പാറയില് ഉണക്കും. ഇല്ലെങ്കിൽ ഇവിടെ പറമ്പ് നല്ലതായിട്ട് ഡ്രൈ ലാൻഡ് വൃത്തിയാക്കിയിട്ടിട്ട് അവിടെ രാത്രിയും പകലും എല്ലാം അവിടെ കിടന്നുണങ്ങും. വെയിലായിരിക്കും. എന്നിട്ട് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കും. ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യണ കാര്യമാവും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ല് വിതയ്ക്ക് മറ്റേ കൊയ്ത്ത് മെതിയൊക്കെ ചെയ്യുന്നതുപോലെ കൊടുക്കുന്നേ. പദം എന്നറിയാലോ, എത്ര ഇങ്ങോട്ട് പറ നമുക്ക് അളന്നിടുമ്പോ ഒരു പറ അത് തന്നെയാണ് ഈ കപ്പേടി. അപ്പൊ ഇവിടെ ഈ പറമ്പ് ഒക്കെ കുറവുള്ളവർ 5 സെന്റ് 3 സെന്റ് ഉള്ളവർക്ക് അപ്പൊ അവർക്കെല്ലാം അവരുടെ ഒരു വർഷത്തെ ഭക്ഷണത്തിനുള്ള കപ്പ അവര് പണിയെടുത്ത് അവരുണ്ടാക്കി. നമ്മുടെ കൂട്ടത്തിൽ കൂടുതലുണ്ട് അവർ വാട്ടി ഉണങ്ങിയൊക്കെ വെക്കും. അല്ലെ സാധാരണ വാട്ടാതെ ഉണങ്ങും. പിന്നെ ഉപ്പേരിക്കപ്പ എന്നും പറഞ്ഞു ഒരു ഇതുണ്ട്. ഭയങ്കര നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വീട് നിറച്ച് നെല്ലായിരുന്നു, വലിയ ചാക്കിനകത്ത്. വീട് എവിടെയായിരുന്നു? തറവാട് വീട് താഴെയായിരുന്നു. കൃഷിയായിരുന്നു അച്ഛന് മെയിനായിട്ടും. എല്ലാ കൃഷികളും ഇന്നൊന്നുമില്ല, എല്ലാം ചെയ്യുമായിരുന്നു ഇഷ്ടം പോലെ. ഓണത്തിനൊക്കെ കൊലയൊക്കെ 1000 ഏത്തവാഴ കൃഷി ചെയ്ത സമയമുണ്ട്. പിന്നെ പാവല്, ഇഞ്ചി, ഈ ഒരു എനിക്കൊന്ന് മൊത്തം ഇഞ്ചിയായിരുന്നു. യാതൊരു വക നമ്മള് വാങ്ങിക്കണ്ട പച്ചക്കറി, മത്തങ്ങ, കുമ്പളങ്ങ എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? മോനെ ബാബു വെള്ളം എടുത്തോണ്ടോ? അങ്ങനെ ഉണങ്ങിയ കപ്പ ഇതൊരു ദിവസം ഫുള്ള് രാത്രി രാവിലെ എഴുന്നേറ്റത് ഇതിപ്പോ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ക്ലീൻ ആക്കി കുക്കറി വേവിക്കാൻ, കാരണം ഓൾറെഡി ഇത് വാട്ടിയെടുത്തതാണ്. അപ്പം ഇതിന്റെ ഈ കപ്പയുടെ ഉണ്ടല്ലോ നമ്മള് ഉറ്റി കളയണ്ടേ കട്ടോ, അത് സാധനം ഓൾറെഡി പോയതാണ് വാട്ടിയത് കൊണ്ട്. ചക്കക്കുരു ഇടുന്നത് അന്നത്തെ കുക്കറിൽ വെക്കാനായിട്ട് പ്രോട്ടീൻ റിച്ച് ആണല്ലോ അല്ലേ? ചക്കക്കുരു വെക്കുന്നത്. പിന്നെ ഒരുപാട് ആള് കാണത്തില്ലേ വീട്ടില്, എല്ലാം തികയണ്ട ഇത്. അപ്പൊ ചക്കക്കുരു വെക്കിയിട്ട് അപ്പൊ അറിയാതെ ചക്കയുടെ സീസൺ ആവുമ്പോൾ ചക്കക്കുരു ഇഷ്ടം പോലെ കിട്ടും. സൂക്ഷിച്ചു വെക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇതുപോലെ. പക്ഷെ ഇതിൽ കൂടുതലായിരുന്നു അന്ന് അവര് യൂസ് ചെയ്യുന്നേ. നമ്മളിപ്പം കുറച്ച്, ഇപ്പൊ എല്ലാവർക്കും ഒന്നും ചക്കക്കുരു എപ്പോഴും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പിന്നെ ഇത് രണ്ടും കൂടി ഇപ്പൊ നമുക്ക് തൽക്കാലം കുക്കർ വേവിക്കാം. വേവിച്ചിട്ട് അമ്മമ്മക്ക് ഇഷ്ടല്ലേ കുക്കറിൽ വെക്കാനായിട്ട്? ആള് പറയാ ഞാനൊന്നും വെക്കില്ല മോനെ, മോനെ മോനെ എന്നാണ് വിളിക്കണേ. ആ വിളിക്കണ കേൾക്കാൻ തന്നെ എന്തൊരു രസാ. പ്രത്യേകതയാണല്ലേ. ആദ്യം തന്നെ പറഞ്ഞു കുക്കറിൽ വെക്കാന്ന് പറഞ്ഞുട്ടാ. ആന്റി പറഞ്ഞു, ചേച്ചി പറഞ്ഞു കുക്കറിൽ വെക്കാന്ന്. അപ്പൊ അമ്മ പറയില്ല കുക്കറിൽ വെച്ച് അഴുക്കാവുന്നു. നമ്മളവിടെ അഴുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയാണ് അല്ലെ? അല്ല അമ്മ ഉദ്ദേശിച്ചത് അഴുക്കാന്ന് ടേസ്റ്റ് ഇല്ല എന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞു. ഭാഷ വ്യത്യാസമുണ്ട്. പിന്നെ ഇതിന് അരയ്ക്കാന് തേങ്ങ കാന്താരി ആയിരിക്കും ഏറ്റവും ബെറ്റർ. കപ്പ ആയതുകൊണ്ട്. കപ്പയും ചക്കക്കുരു അല്ലേ ഇതിന്റെ പേരെന്താ ശരിക്കും പറയാ? വാട്ടുകപ്പ, കാന്താരി, ചൂനിമുളക്, വെളുത്തുള്ളി ഇത്ര എടുക്കുന്നത്. കറിവേപ്പില എടുത്തില്ല. ഇത് ചിലപ്പോ ദഹനക്കേടൊന്നും ഉണ്ടാവാൻ വരരുത്. ചക്കക്കുരു ചിലപ്പോ എല്ലാവർക്കും പുഴുക്കിന് എപ്പോഴും നമ്മളിത് ചക്കയ്ക്കാണേലും. പിന്നെ ജീരകം, കുഞ്ഞു ജീരകം, പിന്നെ നാളികേരം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ വെള്ളം, പിന്നെ വേപ്പലിയും കേട്ടാ. വേപ്പലി കൂടി വേണം. കടുകും കിടുകൊന്നുമില്ല. വേണ്ട, കടുകും കിടുകൊന്നുമില്ല. വീണെ വറുത്തിട്ടു അതൊരു രസമല്ലേ? അറിയില്ല ഇവിടത്തെ രീതി അതുപോലെ ഞങ്ങളായിട്ടൊന്നും ചെയ്യില്ല, കൈയടക്കുന്നില്ല. ഈ പാടത്ത് പറമ്പിലൊക്കെ പണിയുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ. അപ്പൊ അവര് കടുക് വറക്കാനും ഒന്നും പച്ച വെളിച്ചെണ്ണ ഒഴിക്കും ലാസ്റ്റ്. ഒന്നുകിൽ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ കടുക് വറുത്തിടാം അല്ലെ? പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. അത് തന്നെയാവും ടേസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഈ അറയത്താണ് വന്ന് നിൽക്കുന്നത്. അവിടെ എന്താ ഞങ്ങൾ എന്തായാലും അടുപ്പ് കൊണ്ടു.
പല സ്ഥലങ്ങളിലും പോയി കഴിഞ്ഞില്ലേ ചില സ്ഥലത്ത് പോകുമ്പോൾ അടുപ്പില്ലാണ്ട് അത് കഷ്ടപ്പെട്ടാൻ വെച്ചിട്ട് അത് എടുക്കാൻ പറ്റി ചിലപ്പോൾ ഉണ്ട്. അപ്പം ഞങ്ങൾ അടുപ്പ് പോകുന്നു. പക്ഷേ മേശയില്ല, ഇവിടെ മേശയില്ലാത്ത കാരണം ഇവിടുത്തെ തിണ്ണ ഞങ്ങൾ ഉപയോഗിക്കുന്നത് കേട്ടാ. അടിപൊളി തിണ്ണല്ല. അയ്യോ നമ്മൾ രണ്ടാളും ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞതല്ലേ? ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞില്ലേ നമ്മൾ രണ്ടുപേരും? മറന്നില്ലേ? ഞാൻ പറഞ്ഞു പിന്നെ എടുക്കാന്ന് വിചാരിച്ചു. എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ് മാറുന്നത്. വായോ നമുക്ക് രണ്ടാൾക്ക് ഒരു ഫോട്ടോ എടുക്കാന്ന്. ഇനി നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? ആദ്യം വെള്ളം ഒഴിച്ച് ചൂടാകുമ്പോ അതിനകത്തേക്ക് കപ്പ ഇടണം. ആളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ. ആൾക്ക് ഈ കുക്കറിൽ ചെയ്യണത് വലിയ പിടുത്തല്ല. സാധാരണ അടുപ്പിൽ വെക്കുന്ന വെള്ളം ഒഴിക്കുന്ന കുക്കറിലാണെങ്കിലും വെള്ളം ഒഴിച്ചില്ലേ അത് അഴുക്കാം. ഞാൻ ഒരു കഷ്ണം നോട്ടെ തളർന്നു കുതിർന്നു. അതൊക്കെ പെട്ടെന്ന് വേവും. ഞങ്ങളുണ്ടാക്കും പണ്ട് പാട്ടുകപ്പ. അത് നന്നായി വേവിക്കും, എന്നിട്ട് വൈരുത്തിടും. അതൊരിക്കലും കടിച്ചാൽ പൊട്ടില്ല. വല്ല മറ്റേ അമ്മിമിട്ടിട്ട് ഇടിക്കണം. വെള്ളം ചൂടാവണം. ചൂടായില്ലെങ്കിൽ ഇടാം, കുഴപ്പമില്ല. കുഴപ്പമില്ല. കയ്യിൽ ഈ വെള്ളത്തിലേക്ക് ഇട്ടു. കുക്കറിലല്ല വെക്കണമെങ്കിൽ വെള്ളം തിളച്ചതിന് ശേഷം ഇടാം അല്ലേ? അതിലേക്ക് അതിന്റെ ഒപ്പം തന്നെ ചക്കൂര ഇടണ്ട. അതിന് അടച്ചേരും. ഇതിന്റെ വെയിറ്റ് ഇട്ടിട്ടില്ലേ, അതിന്റെ സ്റ്റീം ഒന്ന് വന്നിട്ട് വെയിറ്റ് ഇടാം. വെയിറ്റ് ഇവിടെ ഉണ്ട്. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഐറ്റംസ് ഇല്ലേ ഇതൊക്കെ കൂടി ഇട്ടൊന്ന് ചതച്ചിട്ട് വരണം. ഇതിൻ്റെ ഒപ്പം കുറച്ച് വേപ്പിലയും കൂടി ചതക്കണം കേട്ടാ. ഈ നാളികേരം ചതക്കണേല് മഞ്ഞൾ ഇടണം. എത്ര ഇടണം? ഒരു സ്പൂൺ മതി. കുഞ്ഞു സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ മതി. ഇച്ചിരി കൂടി ഇടും മോനെ, ഇച്ചിരി കൂടി ഇടും. അമ്മ ഇട്ടോളൂ. എന്ന് വെച്ചാ അമ്മമ്മ ഇട്ടോളൂ. മതിയാ? മതി. ഓക്കെ, ഇത് ചതച്ചിട്ട് വരും. റബ്ബറും തോട്ടാണോ അത്? ഇത് റബ്ബറും തോട്ടാണോ? അത് നമ്മുടെയല്ല, റബ്ബർ തോട്ടം നമ്മുടെയല്ല. പിന്നെ ഇവിടെ മുള നിൽക്കുന്നുണ്ടോ? ഈ മുളയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? വീടിന് മുകളിലല്ലേ ഇത് പറയുന്നു. സത്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുള ഒരു വലിയ ലൈറ്റിംഗ് അറസ്റ്റാണ്. അത് മുകളിലേക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ മിന്നല് ഏൽക്കില്ല എന്നാ പറയുന്നത്. അങ്ങനെ അച്ഛൻ വെച്ചതാണ് ശരിക്കും പറയാം. പഠിച്ചത് എവിടെ ചേച്ചി? സ്കൂളിങ് ഇവിടെ അടുത്ത് 2 LP ഇവിടെ ഉണ്ടായിരുന്നു. GLPS പ്ലാങ്കവണ്ണം എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് SNDP UPS വെള്ളിയറ എന്ന് പറഞ്ഞ അവിടെ UP ക്ലാസ് 5, 6, 7. ഹൈസ്കൂള് ഈ തിരുവല്ലാറാന്നി റൂട്ടിലുള്ള തടിയൂർ NSS ഹൈസ്കൂള്. പിന്നെ പ്രീ ഡിഗ്രി റാന്നി സെന്റ് തോമസ് കോളേജ്. ഡിഗ്രി കോഴഞ്ചേരി സെന്റ് തോമസ്. സ്ഥലത്താ പഠിച്ചല്ലേ? MCOMന് പോയത് കല്യാണം കഴിഞ്ഞാണ്. ഡിഗ്രി കഴിഞ്ഞപ്പം കല്യാണം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡിന് പഠിക്കണമെന്ന് തന്നെയായിരുന്നു, പഠിപ്പിക്കുക. എനിക്കതൊരു കണ്ടീഷനുമായിരുന്നു. PG ചെയ്യണം. അപ്പൊ തിരുവല്ലയിലായിരുന്നു PG. ആ സമയത്ത് ആർമിയില് ഷില്ലോങ്ങിലായിരുന്നു. എന്നും ഫാമിലി കിട്ടുന്ന ഒരു ഇതല്ല, അതിർത്തിയായിരുന്നു കൂടുതലും. ഇത് അതുപോലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലാകുമ്പോൾ കൂടുതൽ ഫീൽഡ് എന്നതിന് പറയാന്. അല്ലാതെ ഈ ഫാമിലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന പീസ് ഏരിയ എന്ന് പറയും. അപ്പൊ പീസ് ഏരിയയിൽ ഇവർക്ക് സർവീസ് കുറവായിരുന്നത് കൊണ്ട് അങ്ങനെ എനിക്ക് അധികം ഫാമിലി കിട്ടിയത് സ്വർഗമായിരുന്നു. കാശ്മീരായിരുന്നു അന്നത്തെ കാശ്മീർ, സ്വർഗമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ താമസിച്ച് പിന്നെ മോനായി കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ആദ്യത്തെ മോനായതിനു ശേഷം MCOMന് പോയത് അല്ല, MCOMന്റെ പരീക്ഷ നടക്കുമ്പോൾ മോനെ പ്രഗ്നന്റ് ആയി. അവനെയും കൊണ്ടാണ്, അവനെ ക്യാരി ചെയ്തുകൊണ്ടാണ് MCOMന്റെ എക്സാം എഴുതിയത്. പ്രൈവറ്റ് ആയതുകൊണ്ട് ഞാൻ പഠിച്ച സെന്റ് തോമസിൽ തന്നെയായിരുന്നു എനിക്ക് സെന്റർ വെച്ചത്, കോഴഞ്ചേരി. അവിടെ ഒരു നല്ല കയറ്റമാണ്. അവനെ ക്യാരി ചെയ്തുകൊണ്ട് വളരെ ക്ഷീണിച്ചാണ് പോയത്. അന്ന് എൻ്റെ അമ്മയ്ക്ക് അറിയില്ല ഞാൻ പ്രഗ്നന്റ് ആണ്. എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല, ആരോടും പറഞ്ഞില്ല. എക്സാം കഴിഞ്ഞിട്ടാണ് പറഞ്ഞേ. എക്സാം കഴിഞ്ഞ് എല്ലാരും കണ്ടുപിടിച്ചു. എന്നാലും ഇത് അറിയുമല്ലോ, അങ്ങനെ അറിഞ്ഞു. വേറെ പ്രൈമറി സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ പഠിക്കുക. അമ്മയോട് ആരോ ചോദിച്ചു ക്ഷീണിച്ചിരിക്കുന്ന പറഞ്ഞപ്പം അമ്മ പറഞ്ഞു അത് ഉറക്കളച്ച് പഠിക്കുവാന്ന്. അത് കഴിഞ്ഞ് ഒരു മോന്. പിന്നെ ഞാൻ പോയി, കാശ്മീരിൽ പോയി. അത് നല്ല സന്തോഷമായ ജീവിതമായിരുന്നു. കിട്ടിയത് 5.5 വർഷം ഉള്ളായിരുന്നു. പക്ഷേ കാശ്മീരിൽ 5.5 ഇല്ലായിരുന്നു, 2 വർഷത്തിനടുത്ത്. പക്ഷെ ഇന്ത്യയിലെ ഈസ്റ്റേൺ സൈഡ് ഒഴികെ ബാക്കി എല്ലായിടും എനിക്ക് പോകാൻ പറ്റി.
അന്ന് എനിക്ക് യാത്ര ഭയങ്കര ക്രേസാ. ഇപ്പോഴും ചേച്ചി കൂടുതൽ കാണുന്നത് യാത്രാ ചാനലുകളാണ്. യാത്രാ ചാനലുകൾ കണ്ട് 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 സാന്റപ്പന്റെ ചാനൽ കണ്ട് സാന്റപ്പന്റെ വഴിയാണ് നമ്മളെ അറിയണത്. സാന്റപ്പന്റെ ഗുരുവിനെ ഞാൻ കാണുന്നുള്ള ഗുരു എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ചാനലിന്റെ വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. പിന്നീട് ഞാനത് കാണുന്നേ. സാന്റപ്പൻ ആദ്യം വന്നു ഇതുപോലെ. അപ്പൊ അജു ഓടിപ്പോന്നു, കപ്പ പറിച്ചുകൊണ്ട് വരുന്നു, കൊള്ളി പറിച്ചുകൊണ്ട് വരുന്നു, പുഴുങ്ങുന്നു. അപ്പൊ ചേട്ടന്മാരുടെ പറമ്പിലുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അജുവിന്റെ ഒരു ചാനൽ ഒന്നുകൂടെ കണ്ടു, 10 ഇല തോരൻ. അപ്പൊ ഇലകൾ അങ്ങനെയാണ് ഞാൻ എന്നിട്ട് ഇവർക്കെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു, 10 ഇല തോരൻ വെക്കും. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇവിടെ എല്ലാ ഇലയും ഉണ്ട്, ഒരു ഇലയും അന്വേഷിച്ച് പോകണ്ട. പക്ഷെ പിന്നെ അമ്മയുടെ അടുത്തൊരു ദിവസം ഞങ്ങൾ വെച്ചു, പിന്നെ കൊച്ചനിയത്തി വെച്ചു. അങ്ങനെ പിന്നെ നിങ്ങളെ സ്ഥിരമായി. സത്യനന്ദിക്കാട് സിനിമ കാണുന്ന പോലെ രാവിലെ ഒരു 11:30 ഇരിക്കും. പിന്നെ അജുവിന്റെ നാക്കുളക്ക് ചിരിച്ച് ചിരിച്ച് എനിക്ക് ചില ദിവസം ഞാൻ കമന്റ് ഇടത്തില്ല. കമന്റ് ചെയ്യാൻ വന്നാൽ മറന്നു. സരിത, തക്കാളിയുടെ മണ്ടയില് മുളക് വെക്കാം അല്ലേ? അതോ മുളകിന്റെ മണ്ട തക്കാളി? പിന്നെ തൃശ്ശൂരുകാർ ഇപ്പൊ ഞാനും ഉപയോഗിക്കാൻ തുടങ്ങി. പത്തനംതിട്ടക്കാർ അടി തരുവാൻ തോന്നറിയില്ല. എന്തൊരു തേങ്ങ, എനിക്ക് ആ ട്യൂൺ കിട്ടുന്നില്ല. അല്ലടി, അല്ല അത് പത്തനംതിട്ട സ്ലാങ് വന്നല്ലേ. അല്ലടി, ഒരുപാട് ഇഷ്ടപ്പെട്ട ചാനൽ. നിങ്ങളിവിടെ വന്നതിൽ അതില് സന്തോഷം. അതെ, അത് ചെറിയ അടുപ്പാ, അപ്പൊ അതില് വിസിലടിക്കാൻ താമസമുണ്ട്. അത് കാരണം വലിയ അടുപ്പിലേക്ക് മാറ്റാണ് കേട്ടാ. അതിനെക്കാട്ടെ വലുതാ. കുക്കറിന്റെ കുഴപ്പമാണോ എന്താന്ന് അറിയില്ല, വിസിലടിച്ചിട്ടില്ല ഇതുവരെയും കുറച്ച് സമയമായി. അപ്പൊ അത് കാരണം ഒന്ന് ഓഫാക്കി ഇടാണ് കേട്ടാ. ഇനി ഇതിന്റെ സ്റ്റീവ് പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇത് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ സ്റ്റീൽ ചരിവുണ്ട് അതിനകത്ത് ഇട്ടിട്ട് ചെയ്യാം. അതെ. പിന്നെ അമ്മമ്മയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണെന്ന് ഈ ചേമ്പ് വറുത്തത്. അതിനുള്ള ചെറിയ ചേമ്പ് വറുത്തത്. ആൾക്കിത് അവിടെ ഇതിന്റെ ഇടയിൽ നമ്മൾ വർത്താനം പറയേണ്ടതിൽ ആളെ ഇടയിലിടയിൽ അടുക്കളയിലേക്ക് പോവാണേ. അപ്പൊ എന്തിട്ട് ചെയ്യണേന്ന് നോക്കാൻ പോയപ്പോഴാണ് ഇത് ചുരണ്ടി നന്നാക്കി വെക്കുകയാണ് ആള്. അടുത്ത വീഡിയോയ്ക്കുള്ളതേ വറക്കാനുള്ളത് ശരിയാക്കാന്ന്. അപ്പൊ അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അപ്പൊ ഇവിടെ തന്നെ ഇത് നുറുക്കിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അത് അയാൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. ഇവിടെ കായ വറുത്തത് അങ്ങനത്തെ സാധനമില്ലേ, അതിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ ചേമ്പ് വറുത്തതാണ് ഇത്രേ. അപ്പൊ മക്കളൊക്കെ വെക്കേഷന് വരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചേമ്പ് ഇങ്ങനെ വറുത്ത് വെക്കുന്നു അമ്മമ്മ അല്ലേ. ഭയങ്കര ടിന്നിരിപ്പുണ്ട്, അത് നിറച്ച് വറുത്ത് വെക്കും. വലിയൊരു ടിന്നുണ്ട്, അതിൽ നിറച്ച് വറുത്ത് വെക്കുന്നു. കായ വറുത്തതിനേക്കാളൊക്കെ ഇഷ്ടം ഇതാണോ? എല്ലാം ഇതാ താമസം. ഇതിന് ഒത്തിരി വെളിച്ചെണ്ണ വേണം. ഓ അത് ശരി. അയ്യോ, കഴിഞ്ഞു. സ്റ്റീം പോയി കഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടിട്ട് മറ്റേ വെയിറ്റ് വെറുതെ ഒന്നും ഇങ്ങനെ പൊക്കി നോക്കിയതാ, അത് ഊരി വീണു. ഇങ്ങോട്ട് വെന്തോ നോക്കട്ടെ. ഇത് വെന്തോ ഉടയണം എന്നല്ല പറഞ്ഞേ, ഇതൊന്നും ആയിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഉടഞ്ഞിട്ടില്ലല്ലോ. ഉടയണം, അത് ഉടയണം. പക്ഷെ ഉടഞ്ഞിട്ടില്ലല്ലോ. ഉടയുമല്ലോ, നമ്മൾ ഉപ്പും എല്ലാം അരപ്പ് ഇട്ട വേവില്ലയോ, അന്നേരം ഇതങ്ങ് ഉടയും അല്ലേ. ശരി. അപ്പൊ അത് ഇത്രയ്ക്കായിട്ടുണ്ട് കേട്ടോ. ഇനി എന്തിട്ട് ചെയ്യാൻ പോണെന്ന് നോക്കട്ടെ. എനിക്കറിയില്ല ഇതിനെ കുറിച്ചിട്ട്. ഞാൻ എന്താ ചെയ്യാൻ പോണത്? ഇത് ഊറ്റണോ ഇതിലേക്ക്? ഇതിവിടെ എടുത്ത് ഒഴിക്കാനും കോരി എടുക്കാം. ശരി. ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇതേ കോരി ഇടാണ് കേട്ടത്. കുക്കറിലല്ല അല്ലേ. ഇനി നമ്മൾ അതിനകത്തിട്ടിട്ട് ഉപ്പും അരപ്പും എല്ലാം കൂടി ഇടുന്നതാണ്. ഈ വെള്ളം കളയണം എന്നാണ് പറയണത് അല്ലേ. ഈ വെള്ളം കളയണം അല്ലേ. ഈ വെള്ളം ഒഴിച്ചാൽ കയ്പുണ്ടാകും, വേഗട് വരും. ഈ വെള്ളം അങ്ങ് എടുക്കാം നമുക്ക്. ഇതൊന്ന് പിടിച്ചു അത് ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇനി ഇനി ഇവിടെ വെച്ചിട്ട് ഇതിൽ ഉപ്പ് ഇട്ട് അരപ്പും ഒക്കെ ഇടാം. ഇതില് ഉപ്പ് എത്ര ഇടണ്ടേ? അമ്മമ്മേനെ ഇട്ടോളൂ. ഉപ്പിട്ടു. നമ്മൾ നേരത്തെ അരയ്ക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ചതയ്ക്കാനുള്ളതില്ലേ, അതൊക്കെ ചതച്ച് ഒതുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. ഇതിൽ ചേർക്കും. ഇതാണ് പത്തനംതിട്ടക്കാരുടെ പാട്ടുകപ്പ പുഴുക്ക് അല്ലേ. ഇനി തീ കത്തിയോ? തീ കത്തിയണോ? പിന്നെ ഇച്ചിരി വെള്ളം വേണം. കുറച്ച് ഒത്തിരി വെള്ളം മതിയാ. കുറച്ച് വെള്ളം ആ ജാറിലൊഴിച്ചിട്ട് കഴുകിയിട്ട് ആ വെള്ളം ഒഴിക്കുകയാണ് കേട്ടാ. ഇത് മതി. കുറച്ചിട്ടായിരുന്നേ. തീ കുറച്ച് വെക്കണം.
ഇത് അടച്ചു വെക്കണം കേട്ടോ ഇനി. നോക്കട്ടെ എന്തായിരുന്നു. ഇനി എന്താ ചെയ്യാ? ഇളക്കാറായി അമ്മമ്മേ? ഓ ഇനി നമ്മ കുടഞ്ഞിട്ട് നോക്കാം. ആ കൊടഞ്ഞിട്ട് നോക്കാന്ന്. കൊടയാന്ന് പറയാ. എന്തിയെ തവി? ഇത് അപ്പൊ ഒന്ന് അമ്മമ്മ ഇതിനൊന്ന് കൊടഞ്ഞിട്ടു. അപ്പൊ ഇതിൽ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഇത്തിരി കൂടി വറ്റാനുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് വീണ്ടും കുറച്ച് സമയം കൂടി അടച്ചു വെക്കാണ്. ആളപ്പഴേക്ക് ഇരുന്നിട്ട് ഇതൊക്കെ അരിഞ്ഞു വെച്ചുകൂട്ടാ. ഇനി ഇതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഗ്ലാസ്സിന് വെളിച്ചെണ്ണ ഒഴിക്കുന്നു, പച്ച വെളിച്ചെണ്ണ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ആ അത് മതി. അത് മതി അല്ലേ? ഇനി വേപ്പില കാണാ? ഓ ഇച്ചിരി ഇട്ട് തരാം. ആ ഒരു മിനിറ്റ്. അയ്യോ പോലെ 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 മൈക്ക് ദൂരട്ടെ. അയ്യോ ആൾക്ക് ശ്വാസം മുട്ടണ പോലെ. സെറ്റ് മുണ്ട് കൊടുത്തിട്ടേ ഇരിക്കാനേ പറ്റണില്ല. അത് മാറാനായിട്ട് ആൾ ഓടി. കുറച്ച് സമയമായി പറയണു ബുദ്ധിമുട്ടെന്ന്. കയ്യിൽ കൊടുത്തിട്ട് വരട്ടേന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പിന്നെ അത് മതി. അവരവരുടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേഷം ഇടാലോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇത് ഇളക്കിയിടണു കേട്ടാ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കുകയാണ്. ഇത്രയ്ക്ക് ഇതോടെയുള്ളൂ അല്ലേ? ഭയങ്കരമായിട്ട് കുഴമ്പനായിട്ടിരിക്കില്ല. എന്റെ കപ്പയാണ് നല്ലതായിട്ട് വെന്ത്. അത് കപ്പയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കുഴന്ന്. ആ പിന്നെ ചിലത് നന്നായിട്ട് വെന്തോടയും അല്ലേ? വെന്തോടും. ഇത് ലീലാമണി ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. ആള് ഇത്ര സമയം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആള് രംഗത്ത് വന്നിരിക്കുകയാണ് ഇളക്കാൻ വേണ്ടി. കപ്പ ഇളക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു യജ്ഞമാണ്. ആണോ? അതെ. ഈ കപ്പയെന്ന് പറഞ്ഞാൽ പണ്ട് ഇങ്ങനൊന്നും അല്ല ഇളക്കുന്നത്. തെങ്ങിന്റെ ഓലയുടെ മടലില്ലേ, മടല് വെട്ടി ചെറിയ നീളത്തിൽ ഉണ്ടാക്കിയിട്ട് അത് വെച്ചാണ് കപ്പ ഉടച്ചെടുക്കുന്നത്. അപ്പൊ അതൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മമ്മ നമ്മുടെ ഒറിജിനൽ വേഷത്തിൽ വന്നു. ആൾക്ക് സമാധാനം ഏതൊക്കെ കൂടി ഊരിക്കളഞ്ഞപ്പോ. അപ്പോ ചേമ്പ് വറക്കാനുള്ളതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു. അമ്മമ്മക്ക് നമ്മുടെ വീഡിയോ എടുക്കണതും അതിനെ കുറിച്ചിട്ടൊന്നും വലിയ പിടിപാടില്ല. ആളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, ഒന്നും പറയണൊന്നുമില്ല. മൈക്ക് വെറുതെ വെച്ചു കൊടുക്കുക. ആളെന്തേലും പറയുകയാണെങ്കിൽ കിട്ടട്ടെ. മഞ്ഞൾപ്പൊടിയും പിന്നെ എന്താടാ, ഉപ്പല്ലേടാ? ഉപ്പ് ഇപ്പം ഇടരുത്. ഇല്ല, ഉപ്പ് ഇടാൻ പാടില്ലാന്ന്. ഇവിടുത്തെ ഇച്ചിരി എല്ലാവർക്കും ഒന്ന് കൊടുത്ത് ഇതിനെ ഇതുപോലെ ഉടച്ചെടുത്തു കേട്ടാ. പച്ചക്കപ്പയുടെ അത്രയും ഇതാവത്തില്ല. ഉടയില്ല. ഇതിന്റെ തീ ഓഫ് ആക്കിട്ടാ. അതിന്റെ കുത്തി കൊറേ കുത്തി ഉടച്ചു. ഉടഞ്ഞു. കൊറേ ഉടഞ്ഞുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടാ. നമ്മള് ചേമ്പ് വറക്കാൻ പോവാണ്. തീയട്ടെ. ഏത് വെളിച്ചെണ്ണയാ വേണ്ടേ? നല്ല വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ സാധാരണ വെളിച്ചെണ്ണ. പോയി ആള്. ഇത് വലിയ അടുപ്പിലേക്ക് വെക്കട്ടെ. വലിയ അടുപ്പിലേക്ക് വെക്കാട്ടാ. ഇത് ടേസ്റ്റ് നോക്കണ്ട ചേട്ടാ? മതിയാ? അത് മതിയോ? ഇത് ഈ അടുപ്പിലേക്ക് ഇത് വെക്കാൻ പോവാണ് കേട്ടോ. ഇത് കുറച്ച് നേരത്തെ അമ്മമ്മ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാരണം ആ വറുത്തതിന്റെ അടയാളങ്ങളൊക്കെ ചീഞ്ചട്ടിയിലുണ്ട്. കുറെ ഇവിടെ ഒരു വലിയ പാത്രം നിറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് വരുമ്പോ കഴിക്കാൻ തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിപ്പോ ഉച്ചയ്ക്ക് ചോറിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഊണിന്റെ തലയ്ക്ക്, ചോറിന് ഇലയുടെ തലയ്ക്ക്. ടേസ്റ്റ് ചെയ്യട്ടെ. അപ്പൊ ഇതിന്റെ കൂടെ എന്ന് പറഞ്ഞ ഇവര് പറയണ എന്താന്ന് വെച്ചാലേ, കോമ്പിനേഷൻ പറയണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റേറിയൻസിന് ഇതിന്റെ കൂടെ കടുങ്കാപ്പി, അച്ചാറ്, അമ്മ മുങ്ങി, തൈര്, ഇതൊക്കെ ചേർത്തിട്ട് കഴിക്കും. ആളെന്തിനോ ഓടിയുണ്ട് കേട്ടോ അകത്തേക്ക് കേട്ടാ. അമ്മമ്മ ഓടിപ്പോയേക്കായിരുന്നു. പച്ചടി തൈര് ഭയങ്കര ടേസ്റ്റ് സാധനം. ഈ സാധനം കൂടി ചോറുണ്ട്. മോനിതാ ഇഷ്ടം. ഞാൻ ഇതിൽ മുക്കിട്ട് കഴിക്കാൻ പോകും. നോക്കിയ മോനെ നല്ലതാന്നോ? അഴുക്കന്നേലും നല്ലതാന്ന് പറയണം. ആണോ? ആളായല്ലോ അടിപൊളി. ടേസ്റ്റ് ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയണെന്ന്. വല്യമ്മയുടെ കപ്പപ്പുഴ കുഗ്രനായെന്നങ്ങ് പറയണം. അങ്ങനെ പറഞ്ഞോളെ. നല്ല രസം കേട്ടാ. നമ്മൾ സാധാരണ കൊള്ളി കഴിക്കുന്ന പോലത്തെ അല്ലട്ടത്. കഴിച്ചു നോക്കിയേ, ടേസ്റ്റ് നോക്ക്. രസം ഉണ്ടോന്ന് വേണ്ടേ? നീ ഇമ്മിണി കഴിഞ്ഞു പോയി. ഇത്രയും ഇരിപ്പില്ലയോ അതിന് തീർക്കണ്ട. അല്ല ഇപ്പൊ ഒത്തിരി കഴിച്ചിട്ട് നോക്കിയ രസം ഉണ്ടോന്ന്. പഴയ ഓർമ്മ വന്നു കേട്ടോ. ആണോ? ഒത്തു അന്നത്തെ ആ എത്തനിക്കായിട്ടുള്ളത് തന്നെ. ഉണക്ക് കപ്പ പുഴുക്ക് ചേച്ചി കഴിച്ചു നോക്കില്ലേ? കയ്യൊത്തേ മുട്ടല്ലേ മോനെ. പഴയ എത്തനിക് ടേസ്റ്റ് തന്നെയാണല്ലേ? പഴയ ടേസ്റ്റ് ഉണ്ട്. ഇതിട്ടോ വേണേ. ഇത് പച്ചടി അല്ലേ? പച്ചടി. ഇതെങ്ങനെയാ ഉണ്ടാക്കിയത്?
ഇതാ മമ്മി ഉണ്ടാക്കിയേ? ഇതെങ്ങനെ ഉണ്ടാക്കിയേ? ഇതെങ്ങനെ? തേങ്ങായ അതിൻ്റെ കൂടെ ഒരു 2-3 ജീരകം, പിന്നെ ഉള്ളി ചതച്ച്, ഉള്ളി അങ്ങ് അരച്ചാ മതി. കടുക് ചതച്ചിട്ട്, ഒരു മുളക്, ഒരു വറ്റൽ മുളക് ഒറ്റ ഒരെണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കൂടിപ്പോകല് ചെറിയ കഷ്ണം ഇഞ്ചി. എന്നിട്ട് അത് ഈ തൈരിലേക്കിട്ട് ഇളക്കണം. അരച്ചിട്ട് ഈ തൈരിലേക്ക് അങ്ങിട്ട് അങ്ങ് ഇളക്കിയിട്ട്, തൈരിൽ വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇത് താളിച്ച് നിങ്ങൾ കാച്ചുക, അത് ഇതിനകത്തോട്ട് അങ്ങ് ഇടാം. കാച്ചുമ്പോ നമ്മുടെ ആ മനോധർമ്മം അനുസരിച്ച് ഉള്ളി, പിന്നെ വറ്റൽമുളക് ഒക്കെ വീണ്ടും അതിലിടാം. കടുകും ഒന്നുകൂടെ വറുത്ത്, പിന്നെ കറിവേപ്പില ഒത്തിരി അങ്ങ് മൂത്ത് പോകാതെ ഒരു പച്ച കളർ നിൽക്കണം. ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗി. ഈ ലൊക്കാലിറ്റിയിൽ പച്ചടി കോമണം. പിന്നെ ഇതിനകത്ത് പാവയ്ക്കയോ വെണ്ടയ്ക്കയോ ഒക്കെ വറുത്തിട്ട്, പാവയ്ക്കനെ പൊടിക്കും ഇടും, വെണ്ടയ്ക്ക വറുത്ത് അതുപോലെ ഇടും. അപ്പൊ വെണ്ടയ്ക്ക പച്ചടിയായി. അത് പച്ചടിയും കിച്ചടി. ഇതിലതൊന്നും ചേർത്തിട്ടില്ല. ഇതില് വെറുതെ തൈരില് നാളികേരം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി അരച്ച് ചേർത്തിട്ട് കടുക് ചതച്ചിടും. പിന്നെ കടുക് വറുത്തിട്ടു. മറക്കാതെ പച്ചക്കടുക്. അതെ, പച്ചക്കടുക് മറക്കരുത്. ചീനിച്ചട്ടി ചൂടായി അല്ലേ? നമ്മുടെ വെളിച്ചെണ്ണ ചൂടായോ നോക്കാണ്. ചൂടായി. വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് ചേമ്പ് നുറുക്കിയത് ഇടുകയാണ്. ഒന്നിച്ചിടാനൊക്കെ പറ്റണത് ഇട്ടാൽ മതി. അത് ഞാൻ 2 സ്റ്റെപ്പായിട്ട് ഒക്കെ ഇട്ടു. അച്ഛന് ഇഷ്ടമുള്ളത് എന്തായിരുന്നു? എന്ത് കറി? അച്ഛനുള്ളപ്പം എന്നും മീൻ വേണോ, എന്തോ കഴിക്കണേലും മീനില്ലാതെ ഒക്കത്തില്ല. ഇതൊക്കെ കേൾക്കുമ്പോ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്നെ ആരും ഒന്നും പറയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. സ്വന്തം ഭർത്താവിന്റെ കാര്യമല്ല പറയണേ. പറഞ്ഞു. എന്നിട്ട് എന്നും മീൻ കറി വയ്ക്കും. എന്നും വേണം. മീനില്ല ഒരു ദിവസം ഒക്കത്തില്ല. അത് തന്നെ എന്നോ വിലയാന്നേലും ഈ വലിയ തുണ്ടം മീൻ അത് വാങ്ങിച്ചോണ്ടാ വരുന്നത്. ദിവസവും കാണും 4-5 പണിക്കാരൊക്കെ. ഈ മുളക് ഉണക്കും, കൊപ്ര വെട്ടും, ഈ ചുക്കുണങ്ങുക, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ആലപ്പുഴയും കൊച്ചിയിലും കൊണ്ട കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ ഒത്തിരി പണിക്കാരും ഉണ്ട്. അവർക്കെല്ലാം ശാപ്പാടുണ്ടാക്കണം. ഇവിടുന്ന് 3 പെണ്ണുങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു പണി ചെയ്യാൻ. അപ്പൊ അവർക്കൊക്കെ ഉണ്ടാക്കും ഈ മീൻകറി? എല്ലാവർക്കും കൊടുക്കും. അന്ന് മുതലേ ഇങ്ങനെ കൊറേ പാചകം ചെയ്ത് ആളായി. ഇപ്പോഴും അതേ സ്പീഡിൽ തന്നെയാണ് ചെയ്തോണ്ടിരിക്കണത്. എന്തുട്ടാ? ഞാനൊക്കെ എത്രയോ ഭേദം മനസ്സിലായി. ഞാൻ ആഴ്ചയിൽ 2 വട്ടൊക്കെ മീൻ കൂട്ടാൻ കൂട്ടുള്ളൂ. അതാണ് പറയണേ. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിടുന്നുണ്ട് കേട്ടാ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇടണം. അപ്പൊ ഇത് കുറച്ച് സമയമായി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ വെളിച്ചെണ്ണ കൂടുതൽ വേണമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു 2 സ്റ്റെപ്പായിട്ട് വറുത്ത് കോരേണ്ടതായിരുന്നു. അപ്പോൾ അത് കാരണം ഇത്തിരി അധികം സമയം എടുത്തിട്ടുണ്ട്. കോരാൻ പോവാ അല്ലേ? എടുക്കാൻ പോവാ. അപ്പൊ ഇത്ര സമയം കൊണ്ട് കുറേ കഥകൾ എന്നോട് പറഞ്ഞു. ഇത് അമ്മമ്മയുടെ 2ാമത്തെ മോള് വെച്ചേക്കണ വീടാണ് കേട്ടോ. അവര് പൂനെയിലാണ് അല്ലേ? പൂനെയിലല്ലേ? അമ്മയ്ക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത വീടാണിത്. അപ്പോൾ ഇവിടെ സ്ഥിരം ഒരു ജോലിക്കാരിനെ വെച്ചിട്ടുണ്ടായിരുന്നു, അടിച്ചു വാരാനും പുല്ല് വലിക്കാനും അങ്ങനെയൊക്കെ ദിവസം. അപ്പോൾ ആളെ പറഞ്ഞു വിട്ടു അമ്മാമ്മ. എന്നിട്ട് അമ്മാമ്മയാണ് എല്ലാ ദിവസവും രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് വിളക്ക് വെച്ചിട്ട് പുറത്തിറങ്ങി പിന്നെ മുറ്റം വൃത്തിയാക്കലും വീട്ടിലത്തെ എല്ലാ പണികളും അമ്മാമ്മ വീട്ടിലൊറ്റയ്ക്കാണ് അമ്മാമ്മ. അപ്പം അതുകൊണ്ടാണ് 84 വയസ്സ് കഴിഞ്ഞിട്ട് കണ്ട ചുറുചുറുക്കോടുകൂടി നമ്മളെക്കാളും ആരോഗ്യത്തിലാൾ ഓടി നടക്കണം. അയ്യോ, അച്ചാച്ചനെ തന്നെ ഇവരെ എങ്ങനെ എന്ത് പൊന്നുപോലെ നോക്കിയെന്നറിയാം. ആണോ? 5 പേരും. ഉപ്പിടില്ല ഇതില്? ഉപ്പ് നീരൊഴിക്കാം. ഇല്ലെങ്കിലുണ്ടല്ലോ അങ്ങ് കല്ല് പോലിരിക്കും. എല്ലാവരും ഉപ്പിട്ട് വറക്കും, പക്ഷേ അത് അഴുക്കാം, കടി കൊള്ളുകയില്ല. ഉപ്പ് ഉപ്പ് വറക്കുമ്പോ ഇടാൻ പാടില്ലാന്ന് നമ്മള്. ചേട്ടാ ഇതിൽ നിന്ന് തന്നെ കഴിച്ചു തുടങ്ങിയിട്ട് അപ്പൊ പറയണ ഉപ്പിന്റെ ആവശ്യമില്ല. ഉപ്പ് നീരാണ് ഒഴിക്കാൻ കേട്ടോ, ഉപ്പ് വെള്ളം. പൊടി കിട്ടാ ശരിയാവില്ല. ഇത്രയുള്ള പണി അല്ലേ? ഇത്രയുള്ള കാര്യം. ഞാൻ പറയണ കൊറേ ഒന്നും മനസ്സിലാവണില്ല. നമ്മുടെ തൃശ്ശൂർ ഭാഷ ആൾക്ക് മനസ്സിലാവണില്ല. തൃശ്ശൂർ ഭാഷ മനസ്സിലാവണില്ല അല്ലേ? അതും മനസ്സിലായിട്ടില്ല എന്നുകൊണ്ട് പറഞ്ഞത്. ഒന്നും കഴിക്കണ കാരണം ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല അല്ലേ? വലിയ ചെപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. എനിക്ക് വന്നപ്പോഴേക്കും എടുത്ത് കാണിച്ചു തന്നു. ഇവിടെ ചേമ്പണത്. അപ്പൊ അമ്മാമാരെ ഉപ്പേരി പിന്നെ വാട്ടുകപ്പേരെ പുഴുക്ക് ഒക്കെ കഴിച്ചു.
അടിപൊളി. ഞാൻ പറഞ്ഞില്ലേ അമ്മമ്മ ഒറ്റയ്ക്കാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് നോക്കി. അമ്മമ്മയുടെ ചെടികള് കാണിച്ചതാ, കാണിച്ചതാ ചെടികള്. ഇതൊക്കെ അമ്മമ്മ വെച്ചതാ എല്ലാം. അയ്യോ എന്ത് ചെടിയായിരുന്നറിയാം. ആ കണ്ടാ, ഇതൊക്കെ അമ്മമ്മ വെച്ചുണ്ടാക്കിയതാണ്. ആ കുട്ടികളൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോയില്ലേ പൂക്കളിടാൻ. ഒരുപാടുണ്ടായിരുന്നു. അത്തപ്പൂവിന് പിള്ളേര് പറിച്ചോണ്ട് പോയി. ആ ആ സൈഡിലും കൊണ്ട് ഒത്തിരി ആ അതെ, ആ സൈഡിലത്തെ ഉണ്ട്, ആ സൈഡിലത്തെ കാണാം. ആ സൈഡിലത്തെ എന്നോട് പോണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് അമ്മമ്മ. ഇവിടെ നിക്കാൻ അത് കണ്ടോ ആണ്ടാ തെങ്ങിന്റെ വീട്ടിലെ പോവാ. ആ അതേ ഇവിടെ കണ്ടാ. അല്ലല്ലല്ല, ഇത് വേറെന്തോ ആണ്. ആണ്ടതേ രണ്ട് പോവാ. ആ ഹായ്, ദേ വേറെ ഇങ്ങനത്തെ ചെമ്പരത്തി പോകുന്നില്ലാണ്ടായി തുടങ്ങിയില്ലേ, കട്ട ചെമ്പരത്തി. ഇത് വേറെ തെങ്ങിന്റെ കടയ്ക്ക് വെച്ചേക്കണ നോക്കിയാ അമ്മമ്മ. ഇത് ഞാൻ തന്നെ കുഴിച്ചു വെച്ച ഈ കപ്പ. ആ നോക്കിയാടാ, ദേ കണ്ട അമ്മമ്മ വെച്ചതാ നീ കപ്പയൊക്കെ. ഇത് വേറെ റോസപ്പൂവ്. ഈ വീടിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോ ദേ ഇങ്ങനെ ഒരു കുത്തനൊരു ഇറക്കാണ് കേട്ടോ. അപ്പൊ ദേ ഈ സൈഡിലും കണ്ട ചെടികൾ വെച്ചാണ്. ഇതൊക്കെ അമ്മമ്മ വെച്ചിട്ടുള്ളതാ കണ്ടാ. അപ്പൊ ഞങ്ങൾ പോണതിന് മുമ്പ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കാം കേട്ടാ.